നമസ്കാരം ഉദ്യോഗാർത്ഥികളെ 66/2026 15-ാം തീയതി നടന്ന എക്സാമിന്റെ 10th പ്രിലിംസിന്റെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് ബംഗളൂരു. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി GV രാജ അവാർഡ്. 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത പീർപ്പാഞ്ചൽ പാത. ഇന്ത്യയിലെ വാതോർജ നിലയം ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം രാകാസ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയി. ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? ദാൽ തടാകമാണ്. 17-ാമത്തെ ആൻസർ PSC കൊടുത്തിരിക്കുന്നത് ഝലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ് എന്നുള്ളത്. നമ്മളെ ആൻസർ നമ്മൾ പൂളാറാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതില് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ദാലാണ്. നോക്കാം, നമുക്ക് മെയിൻ ആൻസർ കൂടി വരുമല്ലോ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതു ആണ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തില്. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്ന അർത്ഥമുള്ള സർദാർ എന്ന വെളിപ്പേര് വല്ലഭായ് പട്ടേലിന്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? D ആണ് 1ഉം 2ഉം. ക്വിറ്റ് ഇന്ത്യ സമരനായിക അരുണ ആസഫ് അലി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന B ആണ് 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നത് ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. 25-ാമത്തെ ആൻസർ B ആണ് കേട്ടോ. ഓക്കെ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദ്വായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? 2ഉം 3ഉമാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാനുമാണ്. 2, 3 കേട്ടോ. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 29 A ആണ്. 1ഉം 2ഉമാണ്. താഴെ പറയുന്നവരിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തിയാണ് C രാജഗോപാലാചാരി. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 2ഉം 4ഉമാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം ഉറപ്പാക്കുന്നു. മൗലികാവകാശം സ്ഥാപിച്ചു കിട്ടുന്നു. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തെരഞ്ഞെടുത്ത് എഴുതുക. D ആണ്. എല്ലാം ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം 3ഉം 4ഉം. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? 33 B ആണ്. മാർഗനിർദ്ദേശക B ആണ് ആൻസർ. ഏതാണ്? 3 മൗലിക കർത്തവ്യങ്ങളാണ്. 4A 4ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെയാണ്? 34 C ആണ്. ആലുവ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? A ആണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? C ആണ്. 3ഉം 4ഉം തെറ്റായ പ്രസ്താവനയാണ്. ഒരിക്കലും ഇവിടെ വെളിപ്പെടുത്തില്ല കേട്ടോ. ഇവിടെ വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? 38 D ആണ്. എല്ലാം വരും കേട്ടോ. 1ഉം 2ഉം 3ഉം 4ഉം വരും.
ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസം 1947 ജൂലൈ 22. സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അഞ്ചുവണ്ണം എന്നാൽ വാണിജ്യ സംഘമാണ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. പ്രാചീന തുറമുഖമായ മുസിരിസ് കൊടുങ്ങല്ലൂരാണ്. തമിഴ്നാട്ടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് ചുരം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പിന്നെ ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം ശ്രീനാരായണ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? 53C ആണ്. ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം. ഇത് VT ഭട്ടതിരിപ്പാട് ഇങ്ങനെയൊക്കെ വരും കേട്ടോ. ഓക്കെ, ചട്ടമ്പി. ഓക്കെ, VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കുമാരഗുരുദേവന്റെ പ്രത്യക്ഷ രക്ഷ ദൈവസഭ, പണ്ഡിറ്റ് കറുപ്പൻ, അരയ സമാജം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 54D ആണ്. 2ഉം 4ഉം തെറ്റാണ്. പ്രാചീന മരുന്നൊക്കെ ചട്ടമ്പി സ്വാമികളുടേതാണ്. പിന്നെ 4 സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയി ആണ്. 56A ആണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? 57B ആണ്. മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാര്യങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏതാണ്? 58A ആണ്. 1ഉം 3ഉമാണ്. വയനാട് പിടിച്ചെടുക്കും തെറ്റായ നികുതി നയവും. താഴെ തന്നിരിക്കുന്നവയിൽ പരസ്പര ബന്ധം ഇല്ലാത്തത് ഏതാണ്? 59D ആണ്. 1ഉം 2ഉമാണ് പരസ്പരം ബന്ധം ഇല്ലാത്തത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും കേട്ടോ. മണ്ണടി ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോട്ടും വരും. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം എഴുതുക. 60B ആണ്. കേട്ടോ. 2, 4, 3, 1 എന്ന ഓപ്ഷനിൽ ഇത് 1, ഇത് 2, 3, 4. ഓക്കെ. 1809, 1812, 1921, 1940. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, കല്ലേൽ പൊക്കുടന്റെ ആത്മകഥ. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും ബാധിക്കുന്നത്? മെലാട്ടോണിൻ. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയാണ്? 63C ക്ഷയമാണ് ഡോട്ട്സ്. അടുത്തത് രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുമുള്ള ടിഷ്യൂ മാതൃക. 64D ഓർഗനോയിഡ്. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ബയോ റെമഡിയേഷൻ ആണ്. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? 66B ആണ്. പയറ്. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകം ഏതാണ്? ലൈക്കനുകളാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ അതിനുള്ള കാരണം ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 68C ആണ്. A ശരിയാണ്. R തെറ്റാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ മനുഷ്യ ശരീരത്തിൽ, അത് നമ്മൾ റിപ്പീറ്റേഷൻ ആണ്. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? 70B ആണ്. വൈറ്റമിൻ D. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തി, അതായത് HP-യിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി 746 വാട്ട് ആണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം 72B ആണ്. റേഡിയം ആണ്. ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്ത മൂലകം 73C സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്കിന്റെ അയിരാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 75B 2000 ഹെർട്സ്. അടുത്തത് ഇവിടെ C12, C3 അതായത് കാർബണിന്റെ ഐസോടോപ്പുകൾ തന്നിട്ടുണ്ട്. ഇതില് സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? 76A ആണ്. C12 ആണ്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന
ഊർജം ഏതാണ്? സ്ഥിതികോർജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏതാണ്? 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഏതാണ് പ്രകൃതിദത്ത പോളിമർ എന്ന് പറയുന്നത്? ബി ആണ്. 79 ബി ആണ്. സെല്ലുലോസ് ആണ് പ്രകൃതിദത്ത പോളിമർ. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം എന്ന് പറയുന്നത് കേട്ടോ. ഉത്പതനം. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും പ്രൊവിഷണൽ കീ പ്രകാരം എന്ത് ചെയ്തിരിക്കുന്നത്, മാറി വന്നിരിക്കുന്നത്. അതിലും മെയിൻ ആൻസർ കീ വരുമ്പോൾ എനിക്ക് ആ വൂളാറും ചലവും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, എത്ര മാർക്ക് കിട്ടിയൊക്കെ ഒന്ന് താഴെ കമന്റ് ചെയ്യുക. എത്ര കയറി വരും, കട്ട് ഓഫ് എത്ര വരുന്നു മാത്രം എന്നോട് ചോദിക്കരുത്. കാരണം എനിക്കത് യാഥാർത്ഥ്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ ക്ലാസ് 3 ക്ലാസ് ഇട്ട് കഴിഞ്ഞു. ഓരോ ക്വസ്റ്റ്യനെയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ആ 3 ക്ലാസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒപ്പം വരിക കേട്ടോ. എൻ്റെ കൂടെ അടുത്ത സ്റ്റേജുള്ളവർ വരിക. അടുത്ത സ്റ്റേജുള്ളവർ മാത്രമല്ല, അടുത്ത മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരും, അത് LGS ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS മെയിൻസോ, ബെവ്കോയോ, BFA മെയിനോ, അടുത്ത LDC LGS ഏതാണെങ്കിലും ശരി, ഒക്കെ എല്ലാവരും തയ്യാറായിട്ട് മുന്നോട്ട് വരിക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ട് പൂർണ്ണ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്